ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷുവിൻ്റെ തന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് തന്നെ കണിയുടെ ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിളക്കിൽ തിരിയൊക്കെ ഇട്ട് എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ചാൽ മാത്രം മതിയായിരുന്നു. പിന്നെ കൈയോടെ തന്നെ വിളക്കും പിന്നെ നമ്മുടെ മൺചീരാതെ ചട്ടി വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റിൻ്റെ ആ ഒരു നിലവിളക്കിൻ്റെ വെട്ടത്തിൽ നമ്മുടെ വിഷുക്കണി മൊത്തമായിട്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ചട്ടി വിളക്കൂടെ കത്തിച്ചൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ബാക്കി എല്ലാവരും ഉറക്കമാണ്. ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കുഞ്ഞമ്മയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാവയും ചേട്ടനും നമ്മുടെ അയ്യപ്പയും ഒക്കെ ഭയങ്കര ഉറക്കമായിരുന്നു. ഇതായിരുന്നു നമ്മുടെ വിഷുവിൻ്റെ ലാസ്റ്റ് ലുക്ക്. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പച്ചക്കറിയും ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ പയർവർഗ്ഗങ്ങളും എല്ലാം കണിയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഹെവി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കണിയൊക്കെ ആയിരുന്നു. പിന്നെ അതെല്ലാം റെഡിയാക്കിയിട്ടില്ല വെച്ചിട്ട് നമ്മൾ പിന്നെ അന്ന് നേരെ പോയി അവരെയൊക്കെ വിളിച്ചുകൊണ്ടൊന്ന് കാണി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ രാവിലെ ആയപ്പോഴത്തേക്കിനും അതായിരുന്നു വെട്ടം വീണ് കഴിഞ്ഞാൽ നമ്മുടെ വിഷുവിൻ്റെ ആ ഒരു ഇത് അയ്യപ്പോൾ ഒന്നുകൂടെ എഴുന്നിട്ട് വന്നിട്ട് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെച്ചു. പിന്നെ കാണിയൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടൻ ഉറങ്ങാനായിട്ട് കടന്നില്ലായിരുന്നു. ചേട്ടൻ അപ്പോൾ തന്നെ കുളിച്ചൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായയൊക്കെ ഇട്ട് കുളിച്ച് നമ്മുടെ അയ്യപ്പായും കുഞ്ഞമ്മയും കിടന്ന് ഭയങ്കര ഉറക്കമൊക്കെ ആയിരുന്നു. നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോൾ അയ്യപ്പ തെളിയാത്തതുകൊണ്ട് തന്നെ കുഞ്ഞമ്മ പിന്നെ വന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരുടെ റെഡിയൊക്കെ ആയിട്ട് അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ഇച്ചിരി താമസിച്ചിട്ടുണ്ട്. എല്ലാ വട്ടവും നമ്മളൊരു 6:30 പോകുമെങ്കിൽ നമ്മൾ ഈ വട്ടം ഒരു 7:30 ആയപ്പോഴാണ് പോയത്. അപ്പോൾ തന്നെ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കൈനീട്ടം കിട്ടുമോ എന്നൊക്കെ ടെൻഷനിലാണ് പോയത്. പക്ഷേ അമ്പലത്തിലൊക്കെ കയറി തൊഴുതെല്ലാം ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളെക്കൊണ്ട് കഴിയുന്ന വർഷമൊക്കെ നമ്മളിങ്ങനെ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് കൈനീട്ടമൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ അന്ന് നമ്മൾ വരുന്ന വഴി പാലൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് ഇടാവേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. ഓക്കെ ബൈ.